കോഴിക്കോട് പശുക്കടവിൽ ഒഴുക്കിൽപ്പെട്ട യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 2 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. കാണാതായ 3 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മേഘ ചേരുന്നു. മേഘ, ഇപ്പോൾ ഒരാളുടെ കൂടി മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആകെ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒപ്പം അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സോമി, ഇപ്പോൾ 3 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിരിക്കുന്നത്. 6 പേരായിരുന്നു ഒഴുക്കിൽപ്പെട്ടത്. അതിൽ രജീഷ് എന്ന ആളുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ കണ്ടെടുത്തിരുന്നു. ഇന്ന് രാവിലെ 2 പേരുടെ കൂടി മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. അതിൽ ഒന്ന് ഷൈൻ എന്ന യുവാവാണ്. ഒരാളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അല്പം മുമ്പാണ് പൂഴിത്തോട് എന്ന് പറയുന്ന ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പോലെ തന്നെ മഴയ്ക്ക് ശമനം വന്നിരിക്കുന്നു. പക്ഷേ ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഒപ്പം തന്നെ പാറക്കെട്ടുകൾ, ശക്തമായ ഇടയ്ക്കിടെ പാറക്കെട്ടുകൾ ഉള്ളതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. പക്ഷേ പോലീസും നാട്ടുകാരും ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഒക്കെ സജീവമായി തന്നെ രംഗത്തുണ്ട്. മന്ത്രിമാരായ ടി.പി. രാമകൃഷ്ണൻ, ഇ. ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം തന്നെ എ.കെ. ശശീന്ദ്രൻ എന്നിവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ 9 യുവാക്കളായിരുന്നു ഇവിടെ കടന്ത്ര പുഴയിൽ അകപ്പെട്ടത്. അതിൽ 3 പേർ രക്ഷപ്പെടുകയും ചെയ്തു. 6 പേരായിരുന്നു അകപ്പെട്ടത്. അതിൽ ഇപ്പോൾ 3 പേരുടെ മൃതദേഹമാണ് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത്. ഇവർ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. നമുക്ക് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞതനുസരിച്ച് 2 ആൾ പൊക്കത്തിൽ ആയിരുന്നു ഇവിടെ പെട്ടെന്ന് വെള്ളം ഒഴുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മുകളിൽ നിന്ന് വെള്ളം കുത്തൊലിച്ചു വന്നതിനിടയിൽ ഇവർ പെടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും രക്ഷാപ്രവർത്തനം ശക്തമായി തന്നെ നടക്കുന്നു. പക്ഷേ അതിയായ മലവെള്ള പാച്ചിൽ ചെറിയ തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങളോടെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നത്. സോമി, മേഘ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത് പോലെ തന്നെ ആകെ പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുസ്സഹമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സോമി, തീർച്ചയായും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാകുമെന്ന് തോന്നുന്നു. ശക്തമായ മലവെള്ള പാച്ചിലാണ് എനിക്ക് പുറകായി തന്നെ ഈ പുഴയുടെ ഭാഗമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ താഴെയാണ്. ഏറ്റവും മുകളിലാണ് വലിയ തരത്തിലുള്ള ഒഴുക്ക്, ഒപ്പം തന്നെ മലവെള്ള പാച്ചിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. പക്ഷേ എല്ലാവിധ സന്നാഹങ്ങളുമായി തന്നെ ദുരന്ത നിവാരണ സേന, പോലീസ്, നാട്ടുകാർ, ഒപ്പം തന്നെ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. പക്ഷേ മഴയ്ക്ക് ശമനം ഉണ്ടായത് ചെറിയ ഒരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ കൂടി ശക്തമായ മലവെള്ളപ്പാച്ചിലും ഒപ്പം ഇടയ്ക്കിടെയുള്ള പാറക്കെട്ടുകളും വലിയ തരത്തിലുള്ള തടസ്സമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ 7 മണിയോടെയാണ് ഈ ദുരന്തം നടന്നത്. അതിനുശേഷം തന്നെ ഇപ്പോൾ വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ തിരച്ചിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളും വളരെ രക്ഷാപ്രവർത്തനത്തിൽ ഏറെ സജീവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മഴ കുറച്ചുകൂടി കനക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവും എന്നത് തീർച്ചയാണ്. അകപ്പെട്ട 6 പേരിൽ നിലവിൽ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. ഇനി 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇവിടെ അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോമി, കോഴിക്കോട് പശുക്കടവിൽ ഒഴുക്കിൽപ്പെട്ട യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ആരാണെന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. നേരത്തെ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരുന്നു. ഇനി 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.